In this lecture, I am going to talk about predissociation. Predissociation. ഈ predissociation പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചില കാര്യങ്ങൾ നമുക്കൊന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. When we were discussing on the Frank Condon principle, we were going through this discussion, right? See, here you can see a Morse curve, and this Morse curve belongs to the lower electronic state. And here you can see another Morse curve that belongs to the upper electronic state, right? And the transition occurs vertically. And vertical transition is there because according to Frank Condon principle, during an electronic transition, there will be no appreciable change in the internuclear distance. അതുകൊണ്ടാണ് ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ട്രാൻസിഷൻസ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. നമ്മളിത് വളരെ വിശദമായിട്ട് ഫ്രാങ്ക് കോണ്ടൺ പ്രിൻസിപ്പിളിൻ്റെ അണ്ടറിൽ നമ്മൾ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ നിങ്ങൾ ഇവിടുത്തെ ഒരു കാര്യം ശ്രദ്ധിക്കുക. സി, ദിസ് ഈസ് ദ മോഴ്സ് കർവ് ഓഫ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് ദിസ് ഈസ് ദ മോഴ്സ് കർവ് ഓഫ് ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇപ്പോൾ പല സിറ്റുവേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ എല്ലാ സിറ്റുവേഷൻസിലും യു ക്യാൻ സീ ദാറ്റ് ദർ ഇസ് എ മിനിമം ഇൻ ദ മോഴ്സ് കർവ് വെൻ യു ആർ ലുക്കിംഗ് ഇൻ ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് ആൾസോ ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്. പ്രത്യേകിച്ച് എക്സൈറ്റഡ് സ്റ്റേറ്റിലെ സിറ്റുവേഷൻസ് എല്ലാം നോക്കുക. ദർ ഇസ് എ മിനിമം ഇൻ ദ മോഴ്സ് കർവ്, അല്ലേ? ദർ ഇസ് എ മിനിമം ഇൻ ദ മോഴ്സ് കർവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ, ഈ ഇലക്ട്രോണിക് സ്റ്റേറ്റിലും, അതായത് എക്സൈറ്റഡ് ആയിട്ടുള്ള ഈ ഇലക്ട്രോണിക് സ്റ്റേറ്റിലും അതിന് വൈബ്രേഷണൽ എനർജി പോസിബിൾ ആണെന്ന് അർത്ഥം, അല്ലേ? സി, ദർ ഇസ് എ മിനിമം. ആ മിനിമത്തിനകത്ത് തന്നെ ഒരുപാട് വൈബ്രേഷണൽ ലെവൽസ് ഉണ്ട്. അപ്പോൾ ഈ വൈബ്രേഷണൽ ലെവൽസിലെല്ലാം ഇരിക്കുമ്പോൾ അത് സ്റ്റേബിൾ ആണെന്ന് അർത്ഥം. സി, ഇറ്റ് ഈസ് ഇലോങ്ങേറ്റിംഗ് കംപ്രസിങ്. ഈ ലൈനിലൂടെ ആയിരിക്കും അത് ഇലോങ്ങേറ്റ് ചെയ്യുകയും കംപ്രസ് ചെയ്യുകയും ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ മിനിമമുള്ള ഈ കർവിനകത്തിരിക്കുന്ന വൈബ്രേഷൻ സ്റ്റേറ്റ്സ് ഒക്കെ സ്റ്റേബിൾ ആണ്. എന്നാൽ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാലോ അത് ഡിസോസിയേറ്റ് ചെയ്തു പോകും. നമുക്ക് ഓൾറെഡി അറിയാണ്, മോഴ്സ് കർവ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. നമുക്കറിയാം ഇത് ഡിസോസിയേഷൻ എനർജിക്ക് തുല്യമായിട്ടുള്ള വൈബ്രേഷൻ സ്റ്റേറ്റ് ആണ്. അതായത് മോളിക്യൂൾ ഈ ലെവലിന് അപ്പുറത്തേക്ക് നിന്ന് വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വൈബ്രേഷൻ വിൽ ലീഡ് ടു ദ ഡിസോസിയേഷൻ ഓഫ് ദ മോളിക്യൂൾ. ദ ആറ്റംസ് വിൽ നോ ലോങ്ങർ സ്റ്റേ ടുഗദർ. ദ ബോണ്ട് വിൽ ബി ബ്രോക്കൺ ആൻഡ് ദ ഇൻഡിവിജ്വൽ ആറ്റംസ് വിൽ ഫ്ലൈ അപ്പാർട്ട്. അതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരുപാട് സ്റ്റേബിൾ ആയിട്ടുള്ള വൈബ്രേഷണൽ സ്റ്റേറ്റ്സ് ഉണ്ട്. അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഇവിടെ ഒരു മിനിമം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, so in these excited states the Morse curve shows a minimum. Therefore those excited states also give the stable vibrational states, okay, or stable vibrational levels. ഇനി നമ്മൾ മറ്റൊരു സിറ്റുവേഷൻ നമ്മൾ പരിഗണിക്കാൻ പോവുകയാണ്. ഓക്കെ, വി ആർ കൺസിഡറിങ് അനദർ സിറ്റുവേഷൻ. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് എക്സൈറ്റഡ് ലെവലിലുള്ള ഒരു മോഴ്സ് കർവാണ് ഇവിടെ ഈ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട മോഴ്സ് കർവ് പോലെ, ഇവിടെയുള്ള ഈ മോഴ്സ് കർവ് പോലെ ഉള്ള എക്സൈറ്റഡ് ലെവലിലുള്ള ഒരു മോഴ്സ് കർവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഗ്രൗണ്ട് ലെവലിലുള്ള മോഴ്സ് കർവ് ഇവിടെ കൊടുത്തിട്ടില്ല. നമ്മളുടെ ഇപ്പോഴത്തെ ഡിസ്കഷൻ അത് ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഗ്രൗണ്ട് ലെവലിലുള്ള മോഴ്സ് കർവ് ഇവിടെ കൊടുക്കാത്തത്. സത്യത്തിൽ ഗ്രൗണ്ട് ലെവൽസിലും മോഴ്സ് കർവ് ഉണ്ട്. അവിടെയും പല വൈബ്രേഷണൽ സ്റ്റേറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇവിടുത്തെ ഈ യെല്ലോ ആയിട്ട് കൊടുത്തിരിക്കുന്ന ആ കർവിനകത്ത് ഒരു മിനിമം ഉണ്ട്. ദർ ഇസ് എ മിനിമം. So even if it is an excited molecule, there is a stable vibrational state here, another stable vibrational state is here, another one is here, അല്ലേ? അങ്ങനെ പല സ്റ്റേബിൾ ആയിട്ടുള്ള വൈബ്രേഷണൽ സ്റ്റേറ്റ്സും ഇതിനകത്ത് പോസിബിൾ ആയിട്ടുണ്ട്. ബിക്കോസ് there is a minimum in the Morse curve. പക്ഷെ ഞാൻ ഇവിടെ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് മറ്റൊരു പ്രൊഫൈലാണ്, മറ്റൊരു എനർജി പ്രൊഫൈലാണ്. ഇവിടുത്തെ കർവിന് എന്തില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ മോഴ്സ് കർവിന് ഇവിടെ ഒരു മിനിമം ഇല്ല. സോ ഇറ്റ് ഈസ് അനദർ കൈൻഡ് ഓഫ് കർവ് വെയർ ദർ ഈസ് നോ മിനിമം, അല്ലേ? മിനിമം കാണിക്കുന്നില്ല. അതായത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു വൈബ്രേഷണൽ സ്റ്റേറ്റ് നിങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് എ വൈബ്രേഷണൽ സ്റ്റേറ്റ്, ദിസ് ഈസ് എ ഗ്രൗണ്ട് വൈബ്രേഷണൽ സ്റ്റേറ്റ് ഇൻ ദിസ് ഇലക്ട്രോണിക് ലെവൽ, ആൻഡ് യു സീ ദാറ്റ് ഇഫ് ദ മോളിക്യൂൾ ഈസ് ഇൻ ദി ഗ്രൗണ്ട് വൈബ്രേഷൻ സ്റ്റേറ്റ്, ദാറ്റ് വൈബ്രേഷൻ സ്റ്റേറ്റ് ലീഡ്സ് ടു ദ ഡിസോസിയേഷൻ, അല്ലേ? അതായത് മോളിക്യൂൾ ഇവിടുത്തെ ഏറ്റവും താഴ്ന്ന വൈബ്രേഷൻ സ്റ്റേറ്റിൽ ഇരുന്ന് തന്നെ വൈബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ആ മോളിക്യൂൾ എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്തു പോകും. കാരണം അവിടെ ഒരു മിനിമം ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ദിസ് നെവർ എൻഡ്സ്. അതിന് ഇവിടുന്ന് ഡിസോസിയേറ്റ് ചെയ്ത് അങ്ങ് പോകാം. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ലെവൽസും അങ്ങനെയുള്ള ലെവൽസാണ്, അല്ലേ? അപ്പം ഇതിൻ്റെ മുകളിലേക്ക് കണ്ടിന്യൂമാണുള്ളത്. അതായത് മോളിക്യൂളിന് ഇവിടെ നിന്ന് ഏത് എനർജിയോട് കൂടി വേണമെങ്കിലും, ഇവിടെ നിന്ന് ഏത് കൈനറ്റിക് എനർജിയോട് കൂടി വേണമെങ്കിലും മോളിക്യൂളിന് ഇവിടുന്ന് ഫ്ലൈ ചെയ്ത് പോകാം. Therefore we have infinite number of levels here which are packed together. Okay, so if the molecule
happens to fall in this electronic state. ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് സ്റ്റേറ്റിൽ ഈ കർവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോണിക് സ്റ്റേറ്റിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ then what will happen? Okay, so this is another electronic excited state, and we have given a curve, a vibrational profile in that electronic state. In that profile, none of the vibrational levels are quantized, and all the vibrational levels lead to dissociation. ഓക്കെ, ഇങ്ങനെയുള്ള മറ്റൊരു എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡയഗ്രത്തിനകത്ത് രണ്ട് എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ യെല്ലോ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, യെല്ലോ ഇലക്ട്രോണിക് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് എ സ്റ്റേറ്റ് വെയർ ദർ ആർ സ്റ്റേബിൾ വൈബ്രേഷണൽ ലെവൽസ്. ഓക്കെ, ഇത് ഒന്നാമത്തേത്. ഈ രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആൾസോ ആൻ എക്സൈറ്റഡ് ഇലക്ട്രോണിക് സ്റ്റേറ്റ്. മറ്റൊരു എക്സൈറ്റഡ് ഇലക്ട്രോണിക് സ്റ്റേറ്റ് ആണത്, രണ്ടാമത് ഉള്ള വേറൊരു ഇലക്ട്രോണിക് എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്. ബട്ട് ഇൻ ദാറ്റ് എക്സൈറ്റഡ് ഇലക്ട്രോണിക് സ്റ്റേറ്റ് ദർ ആർ നോ സ്റ്റേബിൾ ക്വാണ്ടൈസ്ഡ് വൈബ്രേഷണൽ ലെവൽസ്, ആൻഡ് വൺസ് ദ മോളിക്യൂൾസ് tend to vibrate, then the molecule will dissociate. അങ്ങനെയുള്ള രണ്ട് ഇലക്ട്രോണിക് എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളുടെ മോളിക്യൂൾസിന്റെ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ നമുക്കൊന്ന് പരിഗണിക്കാം. നമ്മൾ ഇവിടെ കണ്ട മാതിരിയുള്ള ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ, സി ദിസ് ഇസ് ആക്ച്വലി ആൻ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ. ഇലക്ട്രോണിക് എക്സൈറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട വൈബ്രേഷണൽ ട്രാൻസിഷൻ കൃത്യമായിട്ട് പറഞ്ഞാൽ അല്ലേ. അപ്പം ഇത് ഒരു ഇലക്ട്രോണിക് ലെവലാണ്, ഈ ഡബിൾ ഡാഷ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് ലെവൽ. ഇത് മറ്റൊരു ഇലക്ട്രോണിക് ലെവലാണ്. ആ രണ്ട് ഇലക്ട്രോണിക് ലെവലിലുമുള്ള വൈബ്രേഷണൽ സ്റ്റേറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഫ്രം വൺ വൈബ്രേഷണൽ ലെവൽ ഇറ്റ് ഈസ് മൈഗ്രേറ്റിംഗ് ടു അനദർ വൈബ്രേഷണൽ ലെവൽ. അങ്ങനെയുള്ള വൈബ്രേഷണൽ ലെവലുകളിലേക്കുള്ള ട്രാൻസിഷനാണ് നമ്മൾ ഇവിടെയും പരിഗണിക്കാൻ പോകുന്നത്. So I have not given the ground electronic level here. The Morse curve in the ground electronic level is not given, and you have to suppose that the line I am drawing down is actually originating from the ground electronic level, which is actually not shown here. Okay, അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു വര വരയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രാൻസിഷൻ, ഇതിനകത്തോട്ടുള്ള ഒരു ട്രാൻസിഷൻ, ഓക്കെ, ദാറ്റ് ട്രാൻസിഷൻ ആക്ച്വലി will lead to a series of lines അല്ലേ. നമുക്കൊരു സീരീസ് ഓഫ് ലൈൻസ് കിട്ടും. ഇതൊരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടും, വൈബ്രേഷണൽ ക്വാഡ് സ്ട്രക്ചർ കിട്ടും. അതിനകത്ത് വൈബ്രേഷണൽ ക്വാഡ് സ്ട്രക്ചേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചർ നമുക്ക് കിട്ടും. ബിക്കോസ് ദിസ് ട്രാൻസിഷൻ എൻഡ്സ് അപ്പ് ഇൻ ദിസ് വൈബ്രേഷണൽ ലെവൽ അല്ലേ. അപ്പോൾ ഈ വരെ ഇവിടെ തന്നെ വരയ്ക്കണമെന്നില്ല, അല്ലെങ്കിൽ ഇത് ഇവിടെ വന്ന് വീഴാം. ഇതെല്ലാം ഈ ലെവലിലെല്ലാം വന്ന് വീഴുന്ന വൈബ്രേഷണൽ, ഇവിടെയൊക്കെ വന്ന് വീണാലും ഈ വൈബ്രേഷൻ ലെവലിലേക്ക് അത് വരുന്നത് അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വൈബ്രേഷണൽ ക്വാഡ് സ്ട്രക്ചറും ഒരു റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചറും നമുക്ക് കിട്ടും. സെയിം ഈസ് ദ സിറ്റുവേഷൻ if the transition is like this. See, it is falling in this vibrational level. If it is like this, then it will fall in this vibrational level, and we will get a series of lines corresponding to the vibrational chord structure and the rotational fine structure അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ട്രാൻസിഷൻ എല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, സ്പെക്ട്രം കിട്ടും. വി വിൽ ഗെറ്റ് ദ സ്പെക്ട്രം ഇൻ വിച്ച് വി ക്യാൻ സീ ദ വൈബ്രേഷണൽ chord structure or the rotational fine structure. But you suppose that the transition is like this. ഇങ്ങനെ ഒരു ട്രാൻസിഷനാണ് സംഭവിക്കുന്നത് നിങ്ങൾ വിചാരിക്കുക. ഈ ട്രാൻസിഷനാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ട്രാൻസിഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണ് ചെല്ലുന്നത്? സി, ഇറ്റ് ഈസ് മേക്കിംഗ് ട്രാൻസിഷൻ ടു ദിസ് വൈബ്രേഷണൽ ലെവൽ. But this vibrational level has a problem. Actually, this vibrational level, it intersects with the other electronic state profile അല്ലേ. ഈ വൈബ്രേഷൻ ലെവൽ ഇരിക്കുന്നത് എവിടെയാണോ ആ പോയിന്റിൽ രണ്ട് ഇലക്ട്രോണിക് സ്റ്റേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഴ്സ് കർവുകൾ ഇന്റർസെക്ട് ചെയ്യാണ് ഇവിടെ അല്ലേ. സോ അറ്റ് ദിസ് പോയിന്റ്, ഈ പോയിന്റിൽ ബോത്ത് ദ ഇലക്ട്രോണിക് സ്റ്റേറ്റ്സ് ഹാവ് ദ സെയിം ന്യൂക്ലിയർ കോൺഫിഗറേഷൻ. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ദാറ്റ് പോയിന്റ് both electronic state, the stable electronic state and the unstable electronic state, both electronic states have the same nuclear configuration. Okay, അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? അപ്പോൾ നമ്മളുടെ മോളിക്യൂൾ ട്രാൻസിഷൻ നടത്തുന്നത് ഈ സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് സ്റ്റേറ്റിലേക്കാണ്. ഓക്കെ, ആ സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടത്തി വരുന്ന മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്ട് ഈ പൊസിഷനിലാണ്. പക്ഷേ ആ പൊസിഷനിൽ നിന്നും എന്ത് ചെയ്യാം, അതിന് ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഇലക്ട്രോണിക് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് സിമ്പിളായിട്ട് അങ്ങ് വഴുതി പോകാം. കാരണം എന്താ, ആ രണ്ട് ഇലക്ട്രോണിക് സ്റ്റേറ്റുകൾ ഒരുമിച്ചാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ബോത്ത് ഓഫ് ദം ആർ ഇന്റർസെക്റ്റിംഗ് ദെയർ, ആൻഡ് ഇൻ ദാറ്റ് പോയിന്റ്
the molecule which was in the first excited electronic state will it will fall eventually in the second electronic state which is unstable. അപ്പോൾ സെക്കൻഡ് ഇലക്ട്രോണിക് സ്റ്റേറ്റിലേക്ക് മോളിക്യൂൾ വഴുതി വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദെൻ ഇറ്റ് വിൽ ലീഡ് ടു ഡിസോസിയേഷൻ. സത്യത്തിൽ ഈ മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്യേണ്ടതല്ല, കാരണം അതൊരു സ്റ്റേബിൾ ഇലക്ട്രോണിക് സ്റ്റേറ്റിലേക്കാണ് പോയത്. പക്ഷേ അത് സ്റ്റേബിൾ ഇലക്ട്രോണിക് സ്റ്റേറ്റിലേക്കാണ് പോയതെങ്കിൽ കൂടിയും ഒരു റേഡിയേഷൻ ലെസ് ട്രാൻസ്ഫർ, ഓക്കെ, റേഡിയേഷൻ ലെസ് ട്രാൻസ്ഫർ എന്ന് പറയാനുള്ള കാരണം ഈ ഇലക്ട്രോണിക് സ്റ്റേറ്റിൽ നിന്ന് മറ്റേ ഇലക്ട്രോണിക് സ്റ്റേറ്റിലേക്ക് ഈ മോളിക്യൂളിന് ട്രാൻസിഷൻ നടത്താൻ റേഡിയേഷൻ്റെ സപ്ലൈയുടെ ആവശ്യമില്ല, ഓക്കെ, അതിന് എനർജി സപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദീസ് ടു ഇലക്ട്രോണിക് സ്റ്റേറ്റ്സ് ആർ ഇന്റർസെക്റ്റിംഗ് ഹിയർ ആൻഡ് ദ മോളിക്യൂൾ വിൽ ഇവൻച്വലി ഫോൾ ഇൻ ദ അൺസ്റ്റേബിൾ ഇലക്ട്രോണിക് സ്റ്റേറ്റ് ആൻഡ് ദെൻ ഇറ്റ് വിൽ ഡിസോസിയേറ്റ്. ഇതിനെയാണ് നമ്മൾ pre-dissociation എന്ന് പറയുന്നത്. pre-dissociation. Okay, so the pre-dissociation happens in those cases where the excited electronic states interfere, and one of these excited electronic states have no minima. Okay, ഒരു ഇലക്ട്രോണിക് എക്സൈറ്റേഷന് മിനിമം ഇല്ല, എന്നാൽ മറ്റൊരു ഇലക്ട്രോണിക് എക്സൈറ്റേഷന് മിനിമം ഉണ്ട്. അങ്ങനെയുള്ള രണ്ട് ഇലക്ട്രോണിക് എക്സൈറ്റഡ് സ്റ്റേറ്റുകൾ ഇന്റർഫിയർ ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, അങ്ങനെയുള്ള മോളിക്യൂളുകളിലാണ് ഈ പ്രീ ഡിസോസിയേഷൻ സംഭവിക്കുന്നത്. ദിസ് മോളിക്യൂൾ വാസ് നോട്ട് മെന്റ് ടു ബി ഡിസോസിയേറ്റഡ്, but it dissociates even if it makes a transition to a stable electronic state first, then eventually it falls to the unstable electronic state where there is no minimum and it will eventually dissociate, and this phenomenon is called the pre-dissociation. Okay, അപ്പോൾ ഈ ഇലക്ട്രോണിക് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിങ്ങൾ പരിഗണിക്കുക. ഈ ഇലക്ട്രോണിക് എക്സൈറ്റഡ് സ്റ്റേറ്റിലെ ഇതൊരു ഹയർ ഇലക്ട്രോണിക് സ്റ്റേറ്റ് ആണ്. ഈ ഹയർ ഇലക്ട്രോണിക് സ്റ്റേറ്റിൽ പ്രോബബിലിറ്റി കൂടുതൽ എവിടെയായിരിക്കും? അതിൻ്റെ എക്സ്ട്രീം പോയിന്റ്സിന് അടുത്തായിരിക്കും കൂടുതൽ പ്രോബബിലിറ്റി. ഇത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ? എക്സ്ട്രീം പോയിന്റ്സിന് അടുത്തേക്കായിരിക്കും അതിൻ്റെ പ്രോബബിലിറ്റി കൂടുതൽ. അതാണ് ഈ ബ്ലൂ കർവ് കാണിച്ചിരിക്കുന്നത്. സി പ്രോബബിലിറ്റി ഈസ് മോർ ഇൻ ദ എക്സ്ട്രീം ബിക്കോസ് ദാറ്റ് ഇറ്റ്സ് എ ഹയർ ഇലക്ട്രോണിക് സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ വന്ന് ഫോളോ ചെയ്യുന്ന ഈ മോളിക്യൂൾ എന്ത് ചെയ്യും? കൂടുതൽ സമയവും ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഈ അൺസ്റ്റേബിൾ ഇലക്ട്രോണിക് സ്റ്റേറ്റിലേക്ക് വഴുതി വീഴും അല്ലേ? സോ ഇറ്റ് സ്പെൻഡ്സ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ടൈം in this extreme area, and therefore it is easy for that molecule to fall into the unstable electronic state and dissociate. ഇനി അതിന് തൊട്ട് മുമ്പുള്ള ഈ ഇലക്ട്രോണിക് സ്റ്റേറ്റ് കൂടി നമ്മളൊന്ന് പരിഗണിക്കുക. അതായത് ഈ ഇലക്ട്രോണിക് സ്റ്റേറ്റ് ആ ഇലക്ട്രോണിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ രണ്ട് എക്സ്ട്രീമുകളും തമ്മിൽ ഇവിടെ മീറ്റ് ചെയ്യുന്നില്ല അല്ലേ? പക്ഷേ ഈ ഇലക്ട്രോണിക് സ്റ്റേറ്റിനകത്തുള്ള ഒരു ഇലക്ട്രോണിക് ന്യൂക്ലിയർ കോൺഫിഗറേഷൻ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ദിസ് ന്യൂക്ലിയർ കോൺഫിഗറേഷൻ within this vibrational state, and there also the curve meets അല്ലേ? കർവ് അവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോളിക്യൂള് ഈ വൈബ്രേഷണൽ സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്ത് വരുന്ന മോളിക്യൂൾ, സി ഇറ്റ് ഈസ് മേക്കിംഗ് ആൻ എക്സൈറ്റേഷൻ ടു ദിസ്. ഞാനൊരു എക്സൈറ്റേഷൻ ഇവിടെ കാണിച്ചു തരാം. സി ഇറ്റ് ഈസ് മേക്കിംഗ് ആൻ എക്സൈറ്റേഷൻ ടു ദിസ് ലെവൽ. Okay, and in that level the molecule will be spending most of the time between these two points അല്ലേ? ഇങ്ങനെ രണ്ട് പോയിന്റുകളുടെ ഇടയിലായി. കാരണം അവിടുത്തെ കർവ് നിങ്ങൾ നോക്കിക്കേ, ആ കർവിൻ്റെ മാക്സിമം അല്ലെങ്കിൽ പ്രോബബിലിറ്റിയുടെ മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിൻ്റെ ഇടയിലാണ്. സോ ദ മോളിക്യൂൾ വിൽ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ടൈം ബിറ്റ്വീൻ ദിസ് പോയിന്റ് ത്രൂ വെയർ ദ സെക്കൻഡ് ഇലക്ട്രോണിക് സ്റ്റേറ്റ്സ് കർവ് ഈസ് ഗോയിങ് അല്ലേ? രണ്ടാമത്തെ ഇലക്ട്രോണിക് സ്റ്റേറ്റിൻ്റെ കർവ് പോകുന്നത് അതിലേക്കൂടെയാണ് അല്ലേ? ഇലക്ട്രോണിക് സ്റ്റേറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവ് പോകുന്നത് അതിലേക്കൂടെയാണ്. സോ ഇൻ ദിസ് കേസ് ആൾസോ മോളിക്യൂൾ വിൽ ഇവൻച്വലി ഫോൾ ഇൻ ദ അൺസ്റ്റേബിൾ ഇലക്ട്രോണിക് സ്റ്റേറ്റ് ആൻഡ് ദെയർഫോർ ഇറ്റ് pre-dissociates. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഇവിടെ തന്നെ വന്ന് ഫോളോ ചെയ്യണമെന്നില്ല. അതിന് തൊട്ട് മുകളിലുള്ള ആ സ്റ്റേറ്റിൽ ചെന്ന് ഫോളോ ചെയ്താലും ഇത് തന്നെ സംഭവിക്കുന്നു. കാരണം എന്താ? ആ സ്റ്റേറ്റിൽ കൂടുതൽ സമയവും മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും, എക്സ്ട്രീമുകളിലായിരിക്കും. സോ ഇറ്റ് ഈസ് ത്രൂ ദാറ്റ് എക്സ്ട്രീം പൊസിഷൻ ഓർ എക്സ്ട്രീം ഏരിയ the unstable curve is going, and therefore it will eventually fall into the unstable electronic excited state, and then that also will dissociate. Now അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാലോ, ഫോർ എക്സാമ്പിൾ the electron is falling here. Okay, the electron is falling here.
see the electron is falling in this state. അപ്പോൾ ഈ ഇലക്ട്രോണിക് സ്റ്റേറ്റിലാണ് ചെന്ന് ഫോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സി ഇറ്റ്സ് എ മാക്സിമം ഈസ് ബിറ്റ്വീൻ ഹിയർ ആൻഡ് ഹിയർ അല്ലേ. ഈ രണ്ട് എക്സ്ട്രീമുകളിലാണ് അതിൻ്റെ മാക്സിമം ഉള്ളത്. ആ എക്സ്ട്രീമിന് പുറത്താണ് നമ്മളുടെ ഇലക്ട്രോണിക് കർവ് അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ഇലക്ട്രോണിക് സ്റ്റേറ്റിൻ്റെ കർവ് നിൽക്കുന്നത്. Therefore, the molecule will spend most of its time between here and only less time in the area where the unstable electronic states curve is going. അല്ലേ. അപ്പം ആ കേസിൽ പ്രീ ഡിസോസിയേഷൻ ഉള്ള സാധ്യത വളരെ കുറവാണ് അല്ലേ. പ്രീ ഡിസോസിയേറ്റ് ചെയ്യാം, പക്ഷേ സാധ്യത വളരെ കുറവാണ്. വളരെ ചെറിയ പെർസെൻറ്റേജ് ഓഫ് മോളിക്യൂൾസ് മാത്രമേ അവിടെ പ്രീ ഡിസോസിയേറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ ഇതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രീ ഡിസോസിയേഷൻ പിന്നീട് നമുക്ക് കാണാതെ വരും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രീ ഡിസോസിയേഷൻ ഇല്ല. ഈ സ്റ്റേറ്റിൽ പ്രീ ഡിസോസിയേഷൻ ഇല്ല, ഈ സ്റ്റേറ്റിലും പ്രീ ഡിസോസിയേഷൻ ഇല്ല. ദ പ്രീ ഡിസോസിയേഷൻ will be seen here and the pre dissociation can be seen here, but when we are moving further above, then the pre dissociation will again disappear. അപ്പം ഇതിനിടയിലുള്ള ചില വൈബ്രേഷണൽ സ്റ്റേറ്റ്സിലേക്കാണ് മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് എക്സൈറ്റേഷൻ വിൽ ലീഡ് ടു പ്രീ ഡിസോസിയേഷൻ. ഓക്കെ, അപ്പം പ്രീ ഡിസോസിയേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രീ ഡിസോസിയേഷൻ മൂലം എന്താണ് സംഭവിക്കുന്നത്? ഈ പ്രീ ഡിസോസിയേഷൻ മൂലം നമുക്ക് ഏതാണ്ട് ഇതുപോലെ ഒരു സ്പെക്ട്രം ആയിരിക്കും കിട്ടുന്നത്. സി ഐ ക്യാൻ ഷോ യു ദാറ്റ് സ്പെക്ട്രം. So the spectrum will appear something like this. So we will get a series of lines here. See, we will get a series of lines here, and these series of lines corresponds to one particular transition. Okay, one particular vibrational transition. നമുക്ക് ഇങ്ങനെ ഒരു series of lines ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. So this corresponds to this is a fine the high resolution spectra where you can see the rotational fine structure. ഇപ്പോൾ ഇവിടുത്തെ rotational fine structure PQR ബ്രാഞ്ചസ് എല്ലാം കൂടെയുള്ള ഒരു സീരീസ് ആണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് വൺ ആക്ച്വലി കറസ്പോണ്ട്സ് ടു ദ എക്സൈറ്റേഷൻ ടു ദിസ് ലെവൽ. ഇനി ഇതിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൈൻ സ്ട്രക്ചർ നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലുള്ള ഫൈൻ സ്ട്രക്ചറുകൾ വീണ്ടും അപ്പിയർ ചെയ്യും. ഓക്കെ, സോ ദ ഫൈൻ സ്ട്രക്ചർ വിൽ അപ്പിയർ ടു ദ സെക്കൻഡ് ട്രാൻസിഷൻ. ഓക്കെ, ലൈക്ക് ദിസ്. The fine structure will again appear for the third transition. Okay, like this. അപ്പം മൂന്നാമത്തെ ട്രാൻസിഷനും ഇത് അപ്പിയർ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇവിടുത്തെ നാലാമത്തെ ട്രാൻസിഷനിലേക്ക് ചെല്ലുമ്പോഴെന്താണ്? സത്യം പറഞ്ഞാൽ ഇവിടെ ഇതൊക്കെ ഹയർ ഇലക്ട്രോണിക് സ്റ്റേറ്റ്സ് ആണ്. ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയാണ് 1, 2, 3 എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ ഇതെല്ലാം ഹയർ ഇലക്ട്രോണിക് സ്റ്റേറ്റ്സ് ആയിരിക്കും. ഇനി അടുത്ത ട്രാൻസിഷനിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് വിൽ ഡിസോസിയേറ്റ്. ഡിസോസിയേഷൻ മൂലം ഡിസോസിയേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടത്തില്ല? നമുക്ക് പിന്നെ ലൈൻസ് കിട്ടത്തില്ല. ബിക്കോസ് ഇറ്റ് ക്യാൻ അബ്സോർബ് എനി എമൗണ്ട് ഓഫ് എനർജി ബിക്കോസ് ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഡിസോസിയേറ്റഡ് ആറ്റംസ് അല്ലേ. ഇവിടെ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്ന ആറ്റംസിൻ്റെ കൈനറ്റിക് എനർജിക്ക് യാതൊരു ലിമിറ്റുമില്ല. അതുകൊണ്ട് നമുക്ക് ഏത് കൈനറ്റിക് എനർജിയോട് കൂടി അതിന് പോകാം. അതുകൊണ്ട് ഈ റേഞ്ചിൽ അത് അബ്സോർബ് ചെയ്യുന്ന എനർജിക്ക് പ്രത്യേകിച്ച് എനർജി എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആയിരിക്കത്തില്ല. ദെയർഫോർ വി വിൽ ഗെറ്റ് എ കണ്ടിന്യൂം ഹിയർ. ഓക്കെ, സോ വി വിൽ ഗെറ്റ് എ കണ്ടിന്യൂം ഹിയർ, കണ്ടിന്യൂം ലൈക്ക് ദിസ്, because there is no restriction to the kinetic energy of the atoms which are flying apart. So we will get a continuum here. Again we will get a continuum here. Okay, continuum here. So again we get a continuum here. This is because of the excitation to the next vibration state. അപ്പോൾ ഈ കണ്ടിന്യൂം ആയിരിക്കും ഇവിടെയൊക്കെ കാണപ്പെടുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് കാണുന്ന എന്തായിരിക്കും? പിന്നീട് വീണ്ടും ഫൈൻ സ്ട്രക്ചർ അപ്പിയർ ചെയ്ത് തുടങ്ങും. കാരണം അതിന് മുകളിലേക്കുള്ള അല്ലേ ഈ ലെവലിലേക്കുള്ള ട്രാൻസിഷൻസ് ഒക്കെ ഫൈൻ സ്ട്രക്ചർ തന്നു തുടങ്ങും. സോ എഗെയിൻ ദ ഫൈൻ സ്ട്രക്ചർ വിൽ സ്റ്റാർട്ട് ടു അപ്പിയർ. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ സ്പെക്ട്രം കാണുന്നത്. സോ ഇൻ ബിറ്റ്വീൻ സം ലൈൻസ് some of the transitions will lead to continuum, and this continuum is due to the pre-dissociation. Okay, and that is how the spectrum will appear. അപ്പം the സ്പെക്ട്രത്തിൽ നോക്കിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ നോക്കും പ്രീ ഡിസോസിയേഷൻ സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Okay, so the pre-dissociation happens in those cases where the two Morse curves interfere, and one of the Morse curves in the excited state intersect, and one of the Morse curves have no minimum. Okay, and the electronic excitation will happen to certain vibrational states where it will intersect with the Morse curve with no minimum, and it will lead to dissociation of the molecule, and this phenomenon is called the pre-dissociation. Okay,
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കാര്യത്തിൽ സംശയമുണ്ടെന്നുണ്ടെങ്കിൽ don't hesitate to ask me, and thank you for watching and stay tuned.